തിരുവനന്തപുരം കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്നുണ്ടായ സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് സമർപ്പിച്ചത്. മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിൽ ആശുപത്രിക്ക് പിഴവില്ലെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. നമ്മളിപ്പോൾ ആ കുടുംബത്തിന്റെ വീട്ടിലാണുള്ളത്. നീതുവിന്റെ ഭർത്താവിന്റെ അച്ഛനാണ്. ഇപ്പോൾ ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. ഞങ്ങൾക്ക് മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോൾ പത്രങ്ങളും ഇപ്പോൾ മീഡിയ എല്ലാം ചോദിക്കുന്നത് കൊണ്ട് ഈ പറയുന്നതിന് മറുപടിയിൽ പിഴവ് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു കാര്യം, ഞാൻ സാധാരണപ്പെട്ട ഒരാളാണ്. ജനത്തിനുള്ള ആർക്കും തന്നെ മനസ്സിലാവുന്ന കാര്യം, ഒരു കുട്ടിയെ ഓപ്പറേഷൻ ചെയ്യാൻ ഉള്ള സാഹചര്യം, കൊഴുപ്പെടുക്കുന്ന ശസ്ത്രക്രിയ ചെയ്തു, കുട്ടിക്ക് ഹൃദയസ്തംഭനമുണ്ടായി. അത് എന്തുകൊണ്ട്? അതാണ് ഞങ്ങളെ ഒരു ചോദ്യം. രണ്ടാമത്, അവിടെ ആംബുലൻസ് സൗകര്യമില്ല, മറ്റുള്ള സൗകര്യം എല്ലാം കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. പിന്നെ ഉള്ള കാര്യമെന്ന് പറയുന്നത്, കുട്ടിയെ ഓപ്പറേഷൻ ചെയ്ത് ഉച്ചയ്ക്ക് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഡോക്ടർ പറയുന്നത് ക്ഷീണമാണെന്ന് കുട്ടിയെ വിളിച്ച് പറയുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കാൻ പറയുന്നു. രണ്ടാമത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ക്ഷീണം കുറവില്ലാത്തത് കൊണ്ട് വീണ്ടും വിളിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് BP നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറയുന്നു. ഇതെല്ലാം പിഴവുകളല്ലേ? അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത്, ചെക്ക് ചെയ്തപ്പോൾ മകൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു 70-ന് താഴെയാണ്. ഡോക്ടറെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല, നാളെ രാവിലെ 10 മണിക്ക് വന്നാൽ മതി, ട്രിപ്പ് ഇടുമ്പോൾ ശരിയാവും. ഞാൻ ഡോക്ടറെ അടുത്തും കൂടെ ചോദിക്കുക, നിങ്ങളത് കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നെങ്കിൽ കുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടാകുമോ? 9 വിരലുകൾ മുറിച്ചു, വലത്തെ കയ്യിലെ 2 വിരലുകൾ കംപ്ലൈൻ്റാണ്, കാലിനും കംപ്ലൈൻ്റാണ്. ഈ മനുഷ്യത്വമില്ലാത്ത ഇങ്ങനെ എന്തിനാണ് നിങ്ങൾ പെരുമാറിയത്? അതെല്ലാം പിഴവുകളല്ലേ? അത് ബോർഡ് പരിശോധിക്കണം. ഞങ്ങൾക്ക് ഇപ്പോഴും പറയുകയാണ്, ബോർഡിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതെല്ലാം പിഴവുകളായിട്ട് സാധാരണപ്പെട്ട ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ അത് തള്ളിയതായിട്ടാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പ്രതീക്ഷയുണ്ട്. ന്യായമായി അന്വേഷിക്കണമെന്നും നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഈ അവസാന വേളയിലും ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ശസ്ത്രക്രിയയിൽ പിഴവില്ല, അതോടൊപ്പം തന്നെ ഗുരുതരാവസ്ഥയിലായപ്പോൾ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴാണ് അതിലാണ് പിഴവ് സംഭവിച്ചിരിക്കുന്നതെന്നാണ്. മാത്രമല്ല, സ്വകാര്യ വാഹനത്തിലാണ്, ആംബുലൻസിലല്ല പോയത് എന്ന പരാമർശവും റിപ്പോർട്ടിലുണ്ട്. ആംബുലൻസ് അവിടെ ഇല്ലല്ലോ. ആംബുലൻസ് ഇല്ലാത്തതാണ് ഹോസ്പിറ്റൽ നടത്തുന്നത്. പിന്നെ ഞങ്ങൾക്ക് മെഡിസിനുമായിട്ട് കൂടുതൽ കാര്യം അറിയില്ല. അത് ഡോക്ടർമാർ ആണ് അത് തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിച്ച് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഇതാണ് പറയാനുള്ളത്. ഇപ്പോൾ ക്ലിനിക്കൽ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട് ആശുപത്രിയുടേത്. അത് താൽക്കാലികമായി റദ്ദാക്കിയെന്നാണ് ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഈ ഹോസ്പിറ്റലിൽ നേരത്തെ അമൃതരാജ് എന്ന് പറയുന്ന ഒരാൾ ഇതേ രീതിയിൽ മരിച്ചിട്ടുണ്ട്. വേറെയും മരിച്ചതായിട്ടാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അന്വേഷണത്തിൽ അറിഞ്ഞത്. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലൊക്കെ വീണ്ടും എന്തിനാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്? ഇതെല്ലാം നിയമവിരുദ്ധമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ തന്നെ പേര് മാറ്റിയാണ് അവർ ലൈസൻസ് എടുത്തേക്കുന്നത്. ഞങ്ങളിൽ ഹോസ്പിറ്റലിൽ നിന്നാണ് പേര് വെച്ചേക്കുന്നത്. ഇത് ക്ലിനിക്ക് എന്ന് പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. ഇനി ഞങ്ങൾ വിവരാവകാശം വിട്ടിട്ടുണ്ട്. ക്ലിനിക്ക് നടത്തുവാനും ഹോസ്പിറ്റൽ നടത്തുവാനും ഉള്ള നിയമവശങ്ങളും അറിയാൻ വേണ്ടി ഏത് മാനദണ്ഡത്തിലാണ് കൊടുക്കുന്നു എന്നറിയാൻ വേണ്ടി വിവരാവകാശം വിട്ടിട്ടുണ്ട്. ഒരു സാധാരണപ്പെട്ടവൻ നോക്കുമ്പോൾ വലിയ ഹോസ്പിറ്റലാണ്, ഞങ്ങൾക്കറിയാമോ ലൈസൻസില്ലാതെ നടത്തണമെന്ന്? ഇതെല്ലാം സർക്കാർ നിയന്ത്രിക്കണം എന്നുകൂടി പറയാനുണ്ട്. ഒരു കുട്ടിക്കും ഇതേ കണക്കൊരു അനുഭവം ഉണ്ടാവരുത്. കുട്ടി 2.5 മാസം കൊണ്ടാണ് ഓപ്പൺ വയറായിട്ടാണ് ഇരിക്കുന്നത്. വയറിലെ തൊലികളെല്ലാം ദ്രവിച്ചു പോയി. ആ കുട്ടി അനുഭവിക്കുന്ന വേദന ഈ അധികാരികൾ കാണണമെന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് നീതി കിട്ടണം.
ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എങ്ങനെയാണ് സിറ്റുവേഷൻ, കണ്ടീഷൻ? കൂടുതലും എൻ്റെ വൈഫാണ് നിൽക്കുന്നത്. അന്ന് ഈ ഓപ്പൺ ചെയ്ത വയറിലെ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അതിലാണ് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. ആ സ്കിൻ ഗ്രാഫ്റ്റിംഗ് അത് സക്സസ് ആയാൽ മാത്രമേ നമുക്ക് അപകടനില പൂർണ്ണമായിട്ടും ഒഴിവായി എന്ന് പറയാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഇനി ഏത് സമയത്ത് എന്ത് അണുബാധ വന്നാലും വീണ്ടും പഴയതുപോലെ തന്നെയുള്ള ഒരു ഗുരുതരാവസ്ഥയിലോട്ട് പോകും എന്നാണ് പറയാനുള്ളത്. ഏതായാലും സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മാത്രമല്ല, മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റി തള്ളിയ സാഹചര്യത്തിൽ വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ ഉന്നതതല സമിതിക്കും ഈ അന്വേഷണം നടത്താനുള്ള ഒരു നീക്കവും ആലോചിക്കുന്നുണ്ട്. ക്യാമറ പേഴ്സൺ ഷാജില അലി ഫാത്തിമയ്ക്കൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.